ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് ഓണമൊക്കെ വരുമല്ലേ. അപ്പോൾ ഓണമൊക്കെ ആയതുകൊണ്ട് അപ്പം ഓണത്തിന് ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് മിക്സഡ് വെജിറ്റബിൾ തോരൻ. സാധാരണ നമ്മൾ ക്യാബേജ് തോരൻ അങ്ങനെ പല പല ടൈപ്പ് തോരനുകളുണ്ട്. അപ്പോൾ ഇതെന്തുവാന്ന് വെച്ചാൽ നമ്മൾ ക്യാബേജ് ക്യാരറ്റ് എല്ലാം കൂടി ചേർത്ത് ഒരു മിക്സഡ് വെജിറ്റബിൾ തോരനാണ്. അപ്പോൾ അതെങ്ങനെ ട്രൈ ചെയ്യേണ്ടത് നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഞാനിവിടെ ഒരു ചെറിയ കഷ്ണം ക്യാബേജ് എടുത്തിട്ടുണ്ട്. ഒരു 250 ഗ്രാം ഉണ്ടാവും ക്യാബേജ്. പിന്നെ കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. പിന്നെ ക്യാരറ്റ്, ബീൻസ്, ഉള്ളി എന്ന് പറഞ്ഞ സവാള, പച്ചമുളക് ഇതെല്ലാം കൂടി ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. എല്ലാം കൂടി ഒരുമിച്ചാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പ്രത്യേകം വേണമെങ്കിൽ എടുക്കാം. ഞാനിപ്പോൾ എല്ലാം കൂടി ഒന്ന് മിക്സിക്കകത്ത് നമ്മുടെ മിക്സി ക്രഷ് ചെയ്യുന്നതുകൊണ്ട് അതിനകത്തിട്ട് എടുത്തതാണ്. അപ്പോൾ ഒരു പാത്രം വയ്ക്കുക, അതിലേക്ക് എണ്ണ ഒഴിക്കുക. ചൂടായി കഴിയുമ്പോൾ എണ്ണ ഒഴിച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് കടുകിട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ട, നിങ്ങളുടെ കയ്യിൽ ഉഴുന്നുപരിപ്പ് ഉണ്ടെങ്കിൽ അതും കൂടി കുറച്ചിട്ട് കൊടുക്കുക. നമ്മൾ തോരനൊക്കെ ഇച്ചിരി ഉഴുന്നുപരിപ്പ് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക രുചിയാണ്. അപ്പോൾ ഉഴുന്നുപരിപ്പ് ഉണ്ടെങ്കിൽ നിങ്ങളതും കൂടി കുറച്ച് ചേർത്ത് കൊടുക്കുക. എന്നിവിടെ കുറച്ച് ഉഴുന്നുപരിപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ കടുകും ഉഴുന്നുമൊക്കെ ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് ഉണക്കമുളക് 2 ഇട്ട് കൊടുക്കാം. ഉണക്കമുളക് ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന ക്യാരറ്റ്, ബീൻസ്, സവാള, പച്ചമുളക് ഇതെല്ലാം കൂടി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരുന്നത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ആദ്യം ക്യാബേജ് ഇട്ട് കൊടുക്കുന്നില്ല. എന്താണെന്ന് വെച്ചാൽ ക്യാരറ്റിനൊരു വേവാനൊരു സമയം വേണം. ക്യാരറ്റിനും ബീൻസിനുമൊക്കെ ഒരു വേവാൻ ഇച്ചിരി സമയം വേണം. അപ്പോൾ ആദ്യം അതൊന്ന് നമ്മൾ നല്ലതുപോലെ ഒന്ന് വഴറ്റി ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ക്യാബേജ് ഇട്ട് കൊടുക്കുക. ക്യാബേജ് എല്ലാവർക്കും അറിയാമല്ലോ, പെട്ടെന്ന് വെന്ത് കിട്ടുന്ന സാധനമാണ്. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിലിട്ട് കഴിഞ്ഞാൽ ക്യാബേജ് അങ്ങ് ഒത്തിരി വേവായി പോകും. അത് പിന്നെ ആ രുചിയൊക്കെ നമ്മുടെ ക്യാബേജിൻ്റെ രുചിയൊന്നും കറക്റ്റായിട്ട് കിട്ടത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ക്യാരറ്റും ബീൻസും സവാള, പച്ചമുളക് ഇത്രയും സാധനങ്ങൾ പൊടിയായിട്ട് അരിഞ്ഞത് ആദ്യം ഇട്ട് കൊടുക്കുവാണ്. ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം അതിലേക്ക് ഇച്ചിരി ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ സവാളയൊക്കെ ഒന്ന് പെട്ടെന്ന് അതിനകത്തൊന്ന് വാടി വരാൻ വേണ്ടിയാണ് ഇച്ചിരി ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം അതൊന്ന് അടച്ച് വയ്ക്കുക. ഒരു 2 മിനിറ്റ് അടച്ച് വയ്ക്കുക. അപ്പോഴത്തേക്കും നമ്മുടെ ക്യാരറ്റൊക്കെ ഒന്ന് വെന്ത് കിട്ടും. ഞാൻ തീ കുറച്ചാണ് വെച്ചിരുന്നത്. ഒരു 2 മുതൽ 5 മിനിറ്റ് വരെ ഒന്ന് അടച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ക്യാരറ്റൊക്കെ വെന്ത് കിട്ടും. ഇപ്പോൾ ഒന്ന് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ക്യാബേജ് ഇട്ട് കൊടുക്കാം. ക്യാബേജ് പെട്ടെന്ന് വെന്ത് കിട്ടും. പിന്നെ നിങ്ങൾക്ക് ഇതിനകത്ത് ഉപ്പ് എന്തെങ്കിലും പോരാ എന്ന് ക്യാബേജ് ഇട്ടതിന് ശേഷം നിങ്ങൾക്ക് ഇതിനകത്ത് ഉപ്പ് എന്തെങ്കിലും പോരാന്ന് തോന്നുവാണെങ്കിൽ ഇടാം കേട്ടോ. ഞാനിപ്പോൾ അത് ക്യാബേജ് ഇട്ടതിന് ശേഷം ഒന്നുകൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്കിത് 1 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചതിന് ശേഷം നമുക്കിനി ബാക്കിയുള്ള എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. ഇപ്പോൾ ഇവിടെ 1 മിനിറ്റ് അടച്ച് വെച്ചിട്ടുണ്ട്. അടച്ച് വെച്ചതിന് ശേഷം ഞാനത് തുറക്കുവാണ്. തുറന്നതിന് ശേഷം അതൊന്നുകൂടെ ഇളക്കി യോജിപ്പിക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ജീരകം പൊടിച്ചതാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ അല്ലാത്ത ജീരകമാണെങ്കിൽ ഒന്ന് വറുത്തിട്ട് പൊടിച്ചിടുക, അതായിരിക്കും ഒന്നുകൂടെ നല്ലത്. ജീരകം എന്ന് പറഞ്ഞാൽ കുഞ്ഞു ജീരകം ഉണ്ടല്ലോ, ആ ജീരകം പൊടിച്ചത് ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. ആ ജീരകം ഒന്ന് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് നമുക്കിനി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ 1/4 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ വരെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു 5 മിനിറ്റ് ഞാൻ അടച്ച് വെച്ച് വേവിച്ചിട്ടുണ്ടായിരുന്നു. 5 മിനിറ്റ് വേവിച്ചതിന് ശേഷം അതിലേക്ക് ഇച്ചിരി ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു. ഞാനൊരു ഇച്ചിരി ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മുടെ തേങ്ങ ഒരു 1/2 മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ തേങ്ങ കേട്ടോ, 1/2 മുറി എന്ന് പറഞ്ഞൊരു ചെറിയ തേങ്ങ എടുത്തിട്ടുണ്ട്. അത് അതിൻ്റെ പൊക്കത്തേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നിങ്ങൾ ഇപ്പം തന്നെ ഇളക്കണ്ട, ഒരു മിനിറ്റ് ഇതൊന്ന് അടച്ച് വയ്ക്കുക. തേങ്ങയ്ക്കകത്തോട്ട് ഈ ഫ്ലേവറൊക്കെ ഇങ്ങനെ ഇറങ്ങും 1 മിനിറ്റ് വെച്ച് കഴിയുമ്പം. അതിന് ശേഷം നമ്മൾ എടുത്തിട്ട് ഇളക്കിയാൽ മതി. 1 മിനിറ്റ് അടച്ച് വെച്ചതിന് ശേഷം ഞാൻ ഇപ്പോൾ അതെല്ലാം കൂടി ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കുവാണ്. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. തേങ്ങ എന്ന് പറഞ്ഞാൽ ഞാൻ അരച്ചിട്ടൊന്നുമില്ല. തേങ്ങ ഒന്ന് കൈ കൊണ്ട് ഇങ്ങനെ ചെറുതായിട്ട് തിരുമ്മിയിട്ടേ ഉള്ളൂ.
നമ്മൾ അവിയലിനും തോരനും ഒക്കെ തേങ്ങ എടുക്കുമ്പോൾ അരയ്ക്കുമ്പോൾ അതിൻ്റെ രുചി പോകും. അപ്പോൾ കൈ കൊണ്ടൊന്ന് തിരുമ്മിയാൽ മാത്രം മതി, അതാണ് അതിൻ്റെ രുചി. അപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് കയ്യിൽ വെച്ച് ഇങ്ങനെ തിരുമ്മിയത് മാത്രമേ ഉള്ളൂ, അരച്ചിട്ടൊന്നുമില്ല. അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കണം. നമ്മുടെ എല്ലാ വെജിറ്റബിൾസിലോട്ടൊക്കെ തേങ്ങയുടെ ഇതൊക്കെ ചെല്ലണം. അതുപോലെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ 1 മിനിറ്റും കൂടി അടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് നമ്മുടെ എല്ലാം നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. തേങ്ങയെല്ലാം പച്ചക്കറിയിൽ നമ്മൾ വെജിറ്റബിൾസ് ഇട്ടതിനകത്തോട്ടൊക്കെ ക്യാബേജിനകത്തോട്ടും ക്യാരറ്റിനകത്തോട്ടൊക്കെ നല്ലതുപോലെ പിടിച്ച് വന്നിട്ടുണ്ട്. ഇതാ ഇത്രയേ ഉള്ളൂ നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ പ്രാവശ്യത്തെ ഓണം സ്പെഷ്യൽ ഐറ്റമാണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് നിങ്ങൾ എൻ്റെ കമൻറ്റ് ബോക്സിലിടുക. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.